ഉപഭോക്താക്കൾക്കിടയിൽ വ്യാപകമായി BSNLനെതിരെ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ നെറ്റ്വർക്കിൽ കാണപ്പെടുന്ന തകരാറുകൾ ഫെബ്രുവരി അവസാനത്തോടെ പരിഹരിക്കുമെന്ന് കമ്പനിയുടെ അധികൃതർ അറിയിച്ചു. ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല, കോളുകൾ അപ്രതീക്ഷിതമായി കട്ടാകുന്നു, കോളുകൾ മ്യൂട്ടായി പോകുന്നു എന്നിങ്ങനെ നിരവധി നെറ്റ്വർക്ക് പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. 4G നെറ്റ്വർക്ക് സ്ഥാപിക്കുന്ന പ്രവൃത്തി ഒരു വശത്ത് നടക്കുമ്പോഴും കോളുകളിലെ പ്രശ്നങ്ങൾ BSNL വരിക്കാരെ നിരാശപ്പെടുത്തിയിരുന്നു. 2024 ജൂലൈ മാസം റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ ഉയർത്തിയതോടെ ലക്ഷക്കണക്കിന് ആളുകൾ BSNLലേക്ക് പുതിയ സിം എടുത്തും പോർട്ടിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തിയും ചേക്കേറിയിരുന്നു. എന്നാൽ നെറ്റ്വർക്ക് തകരാറുകൾ തുടർന്നതിൽ ഉപഭോക്താക്കൾ നിരാശരായി. ഇത് ചിലരെ പഴയ സ്വകാര്യ സേവനദാതാക്കൾക്കൊപ്പം തിരിച്ചു പോകാനും പ്രേരിപ്പിച്ചു. കോൾ ഡ്രോപ്പുകൾ, മ്യൂട്ട് പ്രശ്നങ്ങൾ, മറ്റ് കോളിംഗ് പ്രശ്നങ്ങൾ എന്നിവയാണ് BSNL ഉപഭോക്താക്കൾ മുഖ്യമായും നേരിടുന്നത്. ട്രായിയുടെ കണക്കുകൾ പ്രകാരം 2024 ജൂലൈക്ക് ശേഷം BSNLലേക്കുള്ള ഉപയോക്തൃ ഒഴുക്ക് കുറഞ്ഞതിന്റെ പ്രധാന കാരണം ഈ സാങ്കേതിക തകരാറുകളാണ്. തുടർച്ചയായ കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ കാരണം ഉപയോക്താക്കൾ BSNL വിടുന്നതായി ഞങ്ങൾക്ക് അറിവുണ്ട്. അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ തീവ്ര ശ്രമങ്ങൾ നടത്തിവരികയാണ്. ഫെബ്രുവരി മാസത്തോടെ കോൾ ഡ്രോപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും പേര് വെളിപ്പെടുത്താത്ത BSNL ഉന്നതൻ വ്യക്തമാക്കി. 4G സേവനങ്ങളുടെ വ്യാപനമാണ് ഇപ്പോഴത്തെ പ്രധാന ഇടപെടൽ. 2025 മാർച്ചോടെ 1 ലക്ഷം 4G ടവറുകൾ സ്ഥാപിക്കുമെന്നും 4G സജ്ജമാക്കിയ ശേഷം 5G സേവനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ വെറും 3.1 ലക്ഷം പേരാണ് BSNL സിം ഉപേക്ഷിച്ചതെങ്കിൽ ഒക്ടോബറിൽ ഈ സംഖ്യ 5.1 ലക്ഷമായി ഉയർന്നു. 4.6 ലക്ഷം മാത്രം പുതിയ ഉപഭോക്താക്കളെ കഴിഞ്ഞ നവംബറിൽ BSNLന് ലഭിച്ചപ്പോൾ 8.7 ലക്ഷം ഉപയോക്താക്കളെ നഷ്ടമായെന്നാണ് ട്രായിയുടെ കണക്കുകൾ.